1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ എളുപ്പരീതിയിലുള്ള ഹരണം. ആദ്യത്തേത് 1. ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാവുന്നതാണ്. ഉദാഹരണം 145, 444. അതായത് ഏതൊരു ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും നമുക്ക് 1 വെച്ച് ഹരിക്കാം. 2. ഒരു സംഖ്യയുടെ അവസാന അക്കം 0, 2, 4, 6, 8 ഇവ വന്നാൽ ആ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. എക്സാമ്പിൾ 24, 736, 1000 എന്നിങ്ങനെ. 3. ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3-ഓ 3ൻ്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം നമുക്ക് ഹരിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. 312. അതിൽ ഓരോ അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 3, 1, 2 എല്ലാം കൂട്ടുമ്പോൾ 6 കിട്ടുന്നു. 6 3ൻ്റെ ഗുണിതമാണ്. 195. ഇവിടെ സംഖ്യകളുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 18 കിട്ടുന്നത്. അതും 3ൻ്റെ ഗുണിതമാണ്. 47. ഈ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ തുക നമുക്ക് 13 കിട്ടുന്നത്. ഇത് 3ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നില്ല. 4. ഒരു സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സംഖ്യയുടെ അവസാനത്തെ 2 അക്കം 0-ഓ 4ൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ മതി. ഇവിടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ 700. അതിൻ്റെ അവസാന 2 അക്കങ്ങൾ 0-ആണ്. 324. അവിടെയും 24 എന്ന് പറഞ്ഞത് 4ൻ്റെ ഗുണിതമാണ്. പക്ഷേ 35 എന്ന സംഖ്യയിൽ 35 അവസാനത്തെ 2 അക്കമായി വരുന്നത്. അത് 4ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ ആ സംഖ്യ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. 5. ഒരു സംഖ്യയുടെ അവസാന അക്കം 0 അല്ലെങ്കിൽ 5 ആയാൽ മതി. എങ്കിൽ നമുക്ക് ആ സംഖ്യയെ നിശേഷം 5 കൊണ്ട് ഹരിക്കാം. ഉദാഹരണം 25, 630, 1275. 6. ഒരു സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ ആ സംഖ്യ ഇരട്ട സംഖ്യയായിരിക്കണം. പിന്നെ 3ൻ്റെ ഗുണിതവും കൂടി ആയിരിക്കണം. അതായത് സംഖ്യയുടെ അവസാന അക്കങ്ങൾ 0, 2, 4, 6, 8 ആയിരിക്കണം. കൂടാതെ തന്നെ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3-ഓ 3ൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. 7. ഒരു സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സംഖ്യയുടെ അവസാന അക്കത്തിൻ്റെ ഇരട്ടി ബാക്കി സംഖ്യയിൽ നിന്നും കുറയ്ക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. അപ്പോൾ അവസാനം കിട്ടുന്ന സംഖ്യ 0-ഓ 7-ഓ 7ൻ്റെ ഗുണിതമോ ആയാൽ മതി. ഉദാഹരണം 238. അവസാന അക്കമായ 8ൻ്റെ ഇരട്ടി 16. 16 നമ്മൾ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് സങ്കലനം ചെയ്യുമ്പോൾ 23 സങ്കലനം 16 = 7. അപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യ 7 വെച്ച് നിശേഷം ഹരിക്കാമെന്ന് മനസ്സിലായി. 8. സംഖ്യയുടെ അവസാന 3 അക്കം 0-ഓ 8ൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാം. എക്സാമ്പിൾ 9008. ഇവിടെ 9000ൻ്റെ അവസാന 3 സംഖ്യകൾ 0-ആണ്. അതുകൊണ്ട് ആ സംഖ്യയെ നമുക്ക് ഈസി ആയിട്ട് 8 വെച്ച് ഹരിക്കാവുന്നതാണ്. പിന്നെ 8128. അവിടെയും 128 എന്ന് പറഞ്ഞ സംഖ്യ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. 9. സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 9 അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമോ ആയാൽ മതി. അതായത് ഈ ഒരു നമ്പർ നോക്കൂ, 1,01,610. ഇവിടെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിൻ്റെ തുക വരുന്നത് 9. അപ്പോൾ ആ സംഖ്യയെ നമുക്ക് നിശേഷം 9 വെച്ച് ഹരിക്കാം. അതേപോലെ 2835. ഇവിടെയും അക്കങ്ങളുടെ തുക 18 വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഖ്യയും 9 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് മനസ്സിലായി. ഒരു സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സംഖ്യയുടെ അവസാന അക്കം 0 ആയാൽ മതി. ഉദാഹരണം 20, 800, 4000 എന്നിവ. 11. ഒരു സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ സംഖ്യയുടെ ഒന്നടവിട്ട് വരുന്ന അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. അപ്പോൾ 0-ഓ 11ൻ്റെ ഗുണിതമോ ഉത്തരമായി വന്നാൽ ആ സംഖ്യയെ 11 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാവുന്നതാണ്. ഈ ഒരു ഉദാഹരണം നോക്കൂ. 7,81,778. ഇവിടെ ഒന്നിടവിട്ട സംഖ്യകൾ നമ്മൾ തുക കാണുമ്പോൾ 7 + 9 + 7 23. രണ്ടാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ
8 + 7 + 8 അതും 23. അപ്പോൾ ഈ രണ്ട് തുകകൾ തമ്മിൽ നമ്മൾ സങ്കലനം ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഖ്യ 11 വെച്ച് നിശേഷം ഹരിക്കാമെന്ന് മനസ്സിലായി. അതേപോലെ 4672. ഇവിടെ 4 + 7 11 വരുന്നു, 6 + 2 8 വരുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 0 കിട്ടുന്നില്ല, അല്ലെങ്കിൽ 11 കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സംഖ്യ 11 വെച്ച് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അവസാനത്തെ അക്കം ഒരു 5 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു തുക, അതായത് 4675 ആയിരുന്നെങ്കിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമായിരുന്നു. അതായത് 4 + 7 = 11, 6 + 5 = 11. ഇത് തമ്മിൽ സങ്കലനം ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്